ഇനി അഭിമാനത്തോടൊപ്പം ആത്മവിശ്വാസവും മികവാർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി. ലനോറ, പാണ്ടിക്കാട് റോഡ്, വണ്ടൂർ. റോഡുകളുടെ വികസനത്തിനും ഭവന നിർമ്മാണത്തിനും മുൻതൂക്കം നൽകി വഴിക്കടവ് പഞ്ചായത്ത് ബജറ്റ്. ഗ്രാമീണ റോഡുകളുടെ നവീകരണത്തിനും പുതിയ റോഡുകളുടെ കോൺക്രീറ്റിനും 2,87,00,000 വകയിരുത്തി. പ്രാദേശിക സാമ്പത്തിക വികസനം, ഭിന്നശേഷിക്കാർ തുടങ്ങി വിവിധ വിഭാഗങ്ങൾക്കായി 44,19,10,975 രൂപ വരവും 43,42,26,744 രൂപ ചെലവും 76,84,231 രൂപ നീതി പാർക്കിംഗ് കണക്കാക്കിയിരിക്കുന്നു. വരവുകളുടെ അവലോകനവും വിഭവ സമാഹരണവും 3,15,00,000 പശ്ചാത്തല മേഖലയ്ക്ക് നീക്കിവെച്ചത്. ഭവനരഹിതരായ 338 കുടുംബങ്ങൾക്ക് വീട് നൽകിയ പഞ്ചായത്തിൽ ഇത്തവണ ലൈഫ് ഭവന പദ്ധതിക്കും ജനറൽ വീടുകൾക്കും ഉൾപ്പെടെ 1,43,00,000 നീക്കിയിരിപ്പുണ്ട്. കുടിവെള്ള ശുചിത്വ പദ്ധതികൾക്ക് 1,36,00,000, വനിതാ ക്ഷേമത്തിനുള്ള വിവിധ പദ്ധതികൾക്ക് 89,00,000, പട്ടികജാതി ക്ഷേമത്തിന് 60,00,000 എന്നിവ വകയിരുത്തിയിട്ടുണ്ട്. പുഞ്ചക്കൊല്ലി, അളയ്ക്കൽ കോളനികളിലായി കരാർ വെച്ച 11 വീടുകൾ ഉൾപ്പെടെ കോളനിയിലെ മുഴുവൻ കുടുംബങ്ങൾക്കും വീട് നിർമ്മിച്ചു നൽകും. ഭിന്നശേഷിക്കാർക്ക് ബെഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ 10,00,000, പകൽ വീടിന് 5,00,000, അംഗൻവാടി നവീകരണത്തിന് 35,00,000 എന്നിവയുമുണ്ട്. 441,910,975 വരവും 434,226,744 ചിലവും 7,06,84,231 മിച്ചവും കണക്കാക്കുന്ന ബജറ്റാണ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റെജി ജോസഫ് അവതരിപ്പിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ്മ നെടുമ്പടി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി ജലജകുമാരി സംസാരിച്ചു. ഈസ്റ്റ് ലൈവ്, എടക്കര.